ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഇന്ത്യയുടെ ഇങ്ങേയറ്റത്തൊരു സംസ്ഥാനത്തെ സർക്കാരിന് മുകളിൽ സൂപ്പർ സർക്കാർ ഉണ്ടാക്കാൻ കേന്ദ്രമയച്ച ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിയിരിക്കുന്നു. മോദിക്കാലത്തെ ഗവർണർമാരുടെ പണി പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളോട് കലഹിക്കുക എന്നതാണ്. അത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ബംഗാളിലായാലും ആ പദ്ധതിയിൽ വിജയിച്ചവരിൽ മുമ്പനായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. വിദ്യാർത്ഥികളോട് തെരുവിലിറങ്ങി നേർക്കുനേർ തല്ലുപിടിക്കാൻ മടിയൊട്ടുമില്ലാത്ത പ്രായമേറിയ രാഷ്ട്രീയക്കാരൻ. ഒന്നാം ഘട്ടം കഴിഞ്ഞു. ഇനി വരുന്നത് RSSലൂടെ തന്നെ വളർന്ന ആർലേക്കറാണ്. മോദിയുടെ അടുപ്പക്കാരനാണ്. കേരളത്തേക്കുള്ള രണ്ടാം ഘട്ട യോജന ആദ്യഘട്ടത്തേക്കാൾ സംഘപരിവാർ വൽക്കരിച്ചതാകും. ചോദ്യമിതാണ്, മുഖം കൊടുക്കാതെ മടക്കിയോ? ചർച്ചയിൽ അഡ്വക്കേറ്റ് ഫാത്തിമ തേലിയ, യൂത്ത് ലീഗ് പ്രതിനിധി, അഡ്വക്കേറ്റ് N. ലാൽകുമാർ, ഇടത് സഹയാത്രികൻ, അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, BJP, N. ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ഞാൻ ലാലിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് N. ലാൽകുമാർ, 5 വർഷക്കാലത്തെ സംഭവബഹുലമായ പ്രവർത്തനം അവസാനിപ്പിച്ച് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിയിരിക്കുന്നു. ആ മടക്കത്തിൽ ഒരു യാത്രയയപ്പില്ല. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പോയില്ല. തലേ ദിവസം ചീഫ് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും രാജ്ഭവനിലെത്തി ഒരു സമ്മാനം നൽകി. ഇതാണ് യാത്രയയപ്പ്. പക്ഷെ പോക്കിൽ അദ്ദേഹം വിവാദ പ്രതികരണങ്ങൾ നടത്തിയതുമില്ല. ഈ പോക്കിനെ എങ്ങനെയാണ്, ഈ യാത്ര അയപ്പില്ലാത്ത അദ്ദേഹത്തിൻ്റെ മടക്കത്തെ എങ്ങനെയാണ് ലാൽകുമാർ കാണുന്നത്? ഞാൻ ആരിഫ് മുഹമ്മദ് ഖാനിലേക്ക് വരുന്നതിന് മുമ്പ് ഉമാ തോമസിൻ്റെ വാർത്ത അറിഞ്ഞു. സത്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു. പെട്ടെന്ന് ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് വിചാരിക്കുന്നു. അത് പറയുക എന്നുള്ളത് ഒരു ഇതാണല്ലോ. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നോക്കൂ, എങ്ങനെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഒരു ഗവർണറായിട്ട് കണ്ടക്ട് ചെയ്തെന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്കിപ്പം കേരളത്തിൽ നിന്ന് ശബരിമല കാലത്ത് നമ്മൾ തന്നെ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട്. സ്മൃതി ചേച്ചിയോട് ഞാൻ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുള്ള വിഷയമാണ്. ശബരിമല കാലത്ത് ഉണ്ടായിരുന്ന ആളാണ് ശ്രീധരൻപിള്ള സാർ. അദ്ദേഹം പിൽക്കാലത്ത് ഗവർണറായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി, അദ്ദേഹം നിലകൊള്ളുന്ന രാഷ്ട്രീയത്തോട് പൂർണ്ണമായി എതിർക്കുമ്പോഴും അദ്ദേഹം ഒരു ഹയസ്റ്റ് ഓഫീസ് ഓക്യുപ്പൈ ചെയ്യുന്നതിൻ്റെ ഡിഗ്നിറ്റി അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട്. അത് RSSകാരനോ BJPക്കാരനോ ആയ ഒരാളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. തമിഴ്നാട്ടിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ബംഗാളിൽ പ്രശ്നങ്ങളുണ്ട്, കർണാടകത്തിൽ ഗവർണറുടെ പ്രശ്നമുണ്ട്. പക്ഷേ റോഡിലിറങ്ങി ബഹളം ഉണ്ടാക്കുന്ന, ചില ഓഫീസിൻ്റെ സ്റ്റേറ്റസിനെ ഡീഗ്രേഡ് ചെയ്യത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, RSSുമായിട്ടോ അല്ലെങ്കിൽ മോഡിയുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാൻ വരുന്ന ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതിപ്പോൾ അടുത്ത വരാൻ പോകുന്ന ആളും അത് തന്നെ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ ആ നടപ്പാക്കുന്ന രീതി ഉണ്ടല്ലോ, ആ രീതി നമ്മളൊരു ഡീസൻറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് ആ ജെന്റിൽനെസ് എല്ലാം കവച്ചു വെച്ചാണ് അദ്ദേഹം ഈ സംസ്ഥാനത്ത് പെരുമാറിയിട്ടുള്ളത്. അതേ ലെവലിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പലപ്പോഴും സർക്കാർ എത്തിയിട്ടുണ്ട്. ആ റെസിപ്രോക്കേഷൻ്റെ ഒരു ഭാഗമാണ് ഈ നടക്കുന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നോക്കൂ, ഗവർണർ എന്ന് പറഞ്ഞാൽ ബില്ല് ഒപ്പിടേണ്ട ആളാണ്. ഒരു ബില്ല് ഒപ്പിട്ടാൽ മാത്രമേ ആക്റ്റായി മാറൂ. അത് നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം പാർലമെന്റ് രണ്ടും പാസ്സാക്കിയിട്ടും പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ നെസസറി റിക്വയർമെന്റ് ഫോർ എ ബിൽ ടു ബിക്കം ആക്ട്. അത് കേരളത്തിലും ബാധകമാണ്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലും ബാധകമാണ്. അദ്ദേഹം ഒരു വല്ലാത്ത രീതിയിൽ ഒരു ഡ്രക്കോണിയൻ ലെവലിൽ ബിഹേവ് ചെയ്യുമ്പം സംസ്ഥാന സർക്കാരിന് പലപ്പോഴും പാസിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അദ്ദേഹത്തിന് ചില കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഉണ്ട്, പ്രസിഡന്റിന് ഇല്ലാത്ത ചില കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നിൽക്കുമ്പം ഒരു സോഫ്റ്റ് ലെവലിൽ പോകേണ്ടതായിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അല്ലെങ്കിൽ ഗവേണൻസിന്റെ കൺവീനിയൻസിന് പലപ്പോഴും അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരാം. പക്ഷേ അതൊക്കെ മറികടന്നാണ് അദ്ദേഹം ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ലാൻഡ് അസൈൻമെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ സെക്ഷൻ 4 ഒരു അമെന്റ്മെന്റ് വന്നു. അത് യഥാർത്ഥത്തിൽ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ അത് വരികയും അത് പിന്നീട് അപ്പീൽ പോയി സുപ്രീം കോടതി, യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ ഒരു ഇതിലാണത് കേരള ഹൈക്കോടതി യുനാനിമസ് ആയിട്ട്, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ, സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ അംഗങ്ങളും ഒരുപോലെ നിന്നാണത് ആ അമെന്റ്മെന്റ് പാസ്സാക്കിയത്. ഒരു കാരണവുമില്ലാതെ അദ്ദേഹം അത് ഇപ്പോഴും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹം അത് സൈൻ ചെയ്തിട്ടില്ല. ഇത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ആക്ട് ആകാതെ എക്സിക്യൂട്ടീവ് ആക്ഷൻ പോസിബിൾ അല്ല.
ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് ബാക്കിംഗ് ഇല്ലാതെ ഒരു കാര്യവും പോസിബിൾ അല്ല. അങ്ങനെ ആ ഡെമോക്രാറ്റിക് എക്സസൈസിനെ തടയുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ അഡ്മിനിസ്ട്രേറ്റീവ് ഒരു പാരാലിസിസിലേക്ക് വരെ എത്തിക്കാൻ സാധ്യതയുള്ള ഒരു നടപടിയാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്ക് എതിരാണ്. അത് അംബേദ്കർ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്ക് പൂർണ്ണമായി എതിരാണ്. അങ്ങനെ ഇടപെടുന്ന ഒരു രീതി ഒരു കാരണവശാലും വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അതിനകത്ത് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ RSS പദ്ധതിയുമായിട്ടുള്ള കേരളത്തിലേക്കുള്ള വരവ് മാത്രമല്ല പ്രശ്നം. RSS പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളും, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഗവർണർമാരുണ്ട്. പക്ഷേ റോഡിലിറങ്ങി ഈ പറഞ്ഞ ക്രിമിനൽസ് എന്ന് വിളിക്കുക, ഒരു ജില്ലയെ മോശമായി പറയുക, വിദ്യാർത്ഥികളുമായി ബഹളം ഉണ്ടാക്കുക, പ്രക്ഷോഭത്തിലേക്ക് പോവുക, അങ്ങനെ ഒരു തരംതാന്ന ലെവലിലേക്ക് അദ്ദേഹം പോകണമായിരുന്നു എന്നുള്ളത് അദ്ദേഹം ചോദിക്കേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം ഈ രീതിയിൽ കണ്ടക്ട് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നില്ല അപ്പുറത്തു നിന്നുള്ള റെസിപ്രൊക്കേഷൻ കറക്റ്റ് ആവുന്നത്. ഇപ്പൊ താങ്കളോട് ഞാൻ മോശമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും താങ്കൾ ദേഷ്യപ്പെടാൻ ബാധ്യസ്ഥയായി മാറും. അതൊരു റെസിപ്രൊക്കേഷനാണ്. എന്റെ ഭാഗത്തു നിന്ന് വരുന്ന റെസ്പോൺസിനനുസരിച്ചായിരിക്കും യുവർ റെസിപ്രൊക്കേഷൻ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. താൻ എടുക്കുന്ന നിലപാടുകളിൽ എവിടെ നിൽക്കണം എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ടായിരുന്നു വിവിധ ഘട്ടങ്ങളിൽ. ചില ഘട്ടങ്ങളിൽ സൂപ്പർ പ്രതിപക്ഷമാകുക, പ്രതിപക്ഷം പറയേണ്ട കാര്യങ്ങൾ ആദ്യം എടുത്തു പറയുക എന്ന രൂപത്തിൽ പെരുമാറുക, അപ്പോൾ ഞങ്ങൾക്കൊപ്പമാണ് എന്ന് പ്രതിപക്ഷം തെറ്റിദ്ധരിക്കും. കുറച്ച് കഴിയുമ്പോൾ സർക്കാരിനോട് അടുക്കുന്ന സമീപനം, അല്ലെങ്കിൽ സർക്കാർ ഗവർണറുമായി രമ്യതയിൽ പോകാൻ വേണ്ടി വീണ്ടും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതിങ്ങനെ മാറിയും മറിഞ്ഞുമൊക്കെ വരികയായിരുന്നു. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മുകളിൽ പ്രവർത്തിക്കാനാണ് ഈ ഗവർണർ ശ്രമിച്ചത്, അല്ലെങ്കിൽ ആ ഭരണത്തിൽ ഇടപെടാനാണ് ഗവർണർ ശ്രമിച്ചത് എന്ന ഒരു വിലയിരുത്തൽ യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിപക്ഷം നടത്തിയിട്ടുണ്ടോ ശ്രീ എൻ ശ്രീകുമാർ? നോക്കൂ സ്മൃതി, എന്തായാലും ഉമാ തോമസ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രിയ സുഹൃത്ത് PT ഭാര്യയാണ്. അപ്പോൾ രാജ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ ഗവർണറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തമ്മിലുള്ളൊരു പോര് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത്തരത്തിലൊരു പോര് ഒരു ഘട്ടത്തിൽ തെരുവ് പോരെന്ന് പറയാം. പക്ഷേ ഒരു കാര്യത്തിൽ ഗവർണർക്കൊപ്പം നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അഴിമതികളെക്കുറിച്ച് ജനമറിഞ്ഞത് ഗവർണറുടെ ഇടപെടൽ കൊണ്ടാണ്. അപ്പോൾ അത്തരം ഇടപെടൽ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തിന് ഗവർണറെയോ അതേ മുഖ്യമന്ത്രിയോ ഒന്നും പിന്താങ്ങേണ്ട സാഹചര്യം വരില്ല. ചില ഘട്ടങ്ങളിൽ ഗവർണർ പറഞ്ഞത് ശരിയാണെന്നും പറയേണ്ടി വരും. കാരണം ഗവർണർ BJPയുടെ പ്രതിനിധിയാണ്, ഗവർണർ കേന്ദ്രത്തിൻ്റെ പ്രതിപുരുഷനാണ്, പക്ഷേ ഗവർണർ കേരളത്തിൻ്റെ ഭരണത്തലവനാണ്. നമ്മൾ ഗവർണർ എന്ന് പറയുമ്പോൾ ഭരണത്തലവൻ എന്ന് മാത്രം എടുക്കുക. സഭാ നേതാവായ മുഖ്യമന്ത്രി അദ്ദേഹവും ഗവർണറും തമ്മിലുള്ള പോരിൻ്റെ അടിസ്ഥാനം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ചില പ്രശ്നങ്ങളാണല്ലോ. കാരണം ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക്, ഇന്നേ വരെ ഭരിച്ച മുഖ്യമന്ത്രിയുടെ ആദ്യമായിട്ട് എന്തുകൊണ്ട് തോന്നി? അതാണൊരു ചോദ്യം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുടെ ഭാര്യമാരുടെ നിയമനങ്ങൾ, വ്യാജ സർട്ടിഫിക്കറ്റ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട അത് അറിയാമല്ലോ, വിവരിക്കുന്നില്ല. പിന്നെ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ കാര്യം, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷത്തിന് ചിലപ്പോൾ ഗവർണർക്കൊപ്പവും ചിലപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പവും നിൽക്കേണ്ടി വരും. മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഗവർണർ ഇടപെട്ട് അലങ്കോലമാക്കരുതെന്നുള്ളതാണ്. പക്ഷേ അതിനൊക്കെ ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടേതായ ഒരു ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഗവർണറെ പോയി കണ്ട് സ്റ്റേറ്റിൻ്റെ ഭരണകാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കണമെന്നുണ്ടല്ലോ, അത് ഭരണഘടനാപരമായ ഒരു നടപടിക്രമമാണ്. പക്ഷേ പലപ്പോഴും അത് ചെയ്തില്ല എന്നായിരുന്നു ഗവർണർക്ക് പരാതി. പക്ഷേ എന്നാലോ ഗവർണറുടെ മുമ്പിൽ ചില ആവശ്യങ്ങളുമായി മുഖ്യമന്ത്രി എത്തിയിരുന്നെന്ന് ഗവർണർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, കണ്ണൂർ സർവകലാശാല BC ആയിട്ടുള്ള ഗോപിനാഥൻ്റെ പുനർനിയമനം സംബന്ധിച്ച് ഗവർണർ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അപ്പോഴും ഇന്ന് കേരളത്തിലെ ഏതാണ്ട് എല്ലാ സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരെ ഗവർണറുടെ നോമിനികളാണ്. എനിക്ക് തോന്നുന്നു MG സർവകലാശാല ഒഴിച്ച് ബാക്കി എല്ലാം അദ്ദേഹത്തിൻ്റെ നോമിനികളാണ്. എന്താണ് ഇങ്ങനെ വരാൻ കാരണം? എന്താണ്? ഗവർണർ ആ ചാൻസലർ പദവി ഉപയോഗിക്കും എന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അറിയാതെ പോയി? ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, സാധാരണ ഒരു ഗവർണർ പോലെ അല്ല ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം ഡൽഹി രാഷ്ട്രീയത്തിൽ പഠിച്ച് പണി 18 നടത്തി. അദ്ദേഹം ഏതൊക്കെ പാർട്ടിയിലുണ്ടായിരുന്നോ അവിടെയൊക്കെ വിജയം കൊയ്ത ഒരാളാണ്. അത്ര കുശാഗ്രബുദ്ധിയായ ഒരു ഗവർണറോടെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കണമായിരുന്നു. കാരണം എന്താണ്? ഒന്ന് BJP ഇതര ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നതെങ്കിലും CPM ഗവൺമെൻറ്റിനോട് BJPക്ക് വലിയ എതിർപ്പൊന്നുമില്ല. കാരണം കോൺഗ്രസ് വരാതിരിക്കാൻ അവർക്ക് ഇവിടെ CPM തന്നെ വരണം, അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ
ഗവർണർ എന്ന ഒരു ചാൻസലറായ ഗവർണർ, ആ ഗവർണർക്ക് ചില അധികാരങ്ങളുണ്ട്. ആ അധികാരം അദ്ദേഹവുമായി സമരസപ്പെട്ട് വേണം പോകാനായിട്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ യുദ്ധത്തിന് വിളിക്കാൻ പാടില്ലായിരുന്നു. യുദ്ധത്തിന് വിളിക്കുമ്പോൾ കീഴടങ്ങുന്ന സ്വഭാവമുള്ള ഒരു ഗവർണർ അല്ല ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് സ്മൃതി ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചില ഘട്ടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ എങ്ങനെയാണ് പല വിഷയങ്ങൾ പുറത്തറിഞ്ഞത് എങ്ങനെയാണ്? അതാണ് ഈ വിഷയങ്ങൾ പുറത്തറിയുക എന്ന് വെച്ചാൽ, ഇവിടെ സേവ് യൂണിവേഴ്സിറ്റി ഫോറം പോലുള്ള സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവരാണ് യഥാർത്ഥത്തിൽ ഓരോ വിഷയവും ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. അവരുന്നയിച്ച വിഷയങ്ങൾ പിന്നീട് ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഗവർണർ അതിനെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഗവർണർ സർക്കാർ പോരെന്ന രൂപത്തിലേക്ക് മാറുന്നു. അവിടെ പ്രതിപക്ഷത്തിന്റെ റോൾ എന്തായിരുന്നു? എല്ലാ കാലങ്ങളിലും ഏത് സർക്കാരുകൾ ഭരിക്കുമ്പോഴും സർവകലാശാലകളിൽ അതത് സർക്കാരുകളിലെ താല്പര്യം പ്രതിഫലിക്കാറുണ്ട് എന്നുള്ള കാര്യം താങ്കൾക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ ശ്രീ എൻ ശ്രീകുമാർ. അതവിടെയുണ്ട്. അതിലപ്പുറം പിന്നീട് ഗവർണർ അതിൽ ഇടപെടുമ്പോൾ അത് ഫെയറായ ഒരു തീരുമാനത്തിലേക്കല്ലല്ലോ പോകുന്നത്. അവിടെയാണ് പ്രശ്നം. അദ്ദേഹവും ബി ജെ പിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതും. അപ്പോൾ അതിൽ സംസ്ഥാന സർക്കാരിനെ കോർണർ ചെയ്യുന്നതിൽ പ്രതിപക്ഷം എത്രത്തോളം റോൾ വഹിച്ചു? അല്ല, ഈ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള ധാരണ അറിയാമല്ലോ. ആ ജനങ്ങളുടെ മനസ്സല്ലേ പ്രതിപക്ഷം. ജനങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റാത്തതാണ് പ്രതിപക്ഷം പറയുന്നത്. അതാ ഞാൻ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചാണ് ഞാൻ സ്ട്രെസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അതിലാണ് ഉറച്ചു നിൽക്കുന്നത്. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ടായി വിഭജിച്ചല്ലോ. രവീന്ദ്രൻ മാഷിൽ നിന്നും പൊതുവിദ്യാഭ്യാസം മാത്രം മാഷക്ക് കൊടുത്തു, സ്കൂൾ മാത്രം. കോളേജ് നാർക്ക കൊടുത്ത് ജലീലിന്. ഇതിനെന്താ സംഭവിച്ചെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ രണ്ടായിട്ട് വിദ്യാഭ്യാസ വകുപ്പിനെ വിഭജിച്ചിട്ട് തങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് CPM ഗവൺമെൻറ് കൊടുത്തു, മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തു. അതിനുശേഷം സ്മൃതി ചോദിച്ച ഒരു അപാകം ഞാൻ കാണുന്നത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് CPMുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ കാര്യത്തിലുണ്ടായ പ്രശ്നങ്ങളാണ്. അത് അധ്യാപക നിയമനമുണ്ട്, അതുപോലെ മറ്റേ പരീക്ഷാ നടത്തിപ്പിലെ പ്രശ്നമുണ്ട്, റാങ്ക് ലിസ്റ്റിലെ പ്രശ്നമുണ്ട്, വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നമുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിൽ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഉണ്ടെങ്കിലും ചാൻസലറാണല്ലോ തീരുമാനം എടുക്കേണ്ടത്. ചാൻസലർ കണ്ണടച്ചില്ലല്ലോ. അപ്പോൾ ചാൻസലർ അവിടെ നന്നായി പെരുമാറി. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒരിക്കലും ഒരു ഗവർണർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അത് ശ്രീ ലാൽകുമാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം തെരുവിലിറങ്ങിയിട്ട് വെല്ലുവിളിക്കുക, കുത്തിയിരിക്കുക, അങ്ങനെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തോടുള്ള പെരുമാറ്റം, ഇതൊക്കെ വേറെ വിഷയങ്ങളാണ്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം 14 ബില്ലുകൾ ഗവർണർ ഒപ്പിട്ട് കൊടുത്തു ഈ ഗവൺമെൻറ്റിൻ്റെ. അതെനിക്ക് തോന്നുന്നത് ചാൻസലർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റാനുള്ള ബില്ല് മാത്രമേ ഇപ്പോൾ രാഷ്ട്രപതി പരിഗണനയ്ക്കുള്ളൂ. ഇവർ ഈ ബില്ലൊപ്പിടുന്നില്ല എന്ന് പറയുമ്പോൾ ഏത് ബില്ലുകളൊക്കെ അയച്ചത്? ലോകായുക്തയുടെ, അതായത് അഴിമതി കണ്ടുപിടിക്കാനുള്ള ശിക്ഷിക്കാനുള്ള ലോകായുക്തയുടെ ജീവൻ നശിപ്പിക്കുന്ന ഒരു ബില്ലൊക്കെയാണ് അയച്ചു കൊടുത്തത്. അങ്ങനെയുള്ള ബില്ലുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം ബില്ലുകൾ പിടിച്ചു വയ്ക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഗവർണർക്കൊപ്പം നിൽക്കേണ്ടി വരും. കാരണം ലോകായുക്ത ഇപ്പോഴത്തെ അവസ്ഥ എന്താ സ്മൃതി? ലോകായുക്ത ഇപ്പോൾ ഒന്നുമല്ലല്ലോ. ലോകായുക്ത എന്ന് പറഞ്ഞാൽ എത്രയോ പ്രതീക്ഷ നൽകിയിരുന്നൊരു നിയമ സംവിധാനമാണ്. ആ സംവിധാനത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എത്ര കേസ് ഇപ്പോൾ പോകുന്നുണ്ട്? ഏതെങ്കിലും കേസുണ്ടോ? ആർക്കെങ്കിലും ആ ലോകായുക്ത സംവിധാനത്തെക്കുറിച്ച് ഇപ്പം മതിപ്പുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിൽ പ്രതിപക്ഷം ഗവർണർക്കൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷേ ഗവർണറുടെ രാഷ്ട്രീയം പ്രതിപക്ഷത്തിനറിയാം. ഞാൻ പറഞ്ഞത്, ഒരു മുഖ്യമന്ത്രി ഒരു ഭരണത്തലവനുമായിട്ട്, സഭാ നേതാവും മുഖ്യമന്ത്രിയും, ആ സഭാ നേതാവായ മുഖ്യമന്ത്രി ഗവർണറോട് ഭരണപരമായ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കണം. അപ്പോൾ അതിലൊരു തന്ത്രം പിണറായി വിജയൻ ആവിഷ്കരിക്കുന്നതിൽ അദ്ദേഹത്തിന് വീഴ്ച വന്നു. അദ്ദേഹം പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് അദ്ദേഹം RSS ബന്ധം ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നത്. അതിലെന്താ അർത്ഥമുള്ളത്? കാരണം RSS ബന്ധമുള്ള ഗവൺമെൻറ്റാണ് ഗവർണറെ വെച്ചത്. ഇനി അതൊക്കെ പോട്ടെ, ഈ RSS ബന്ധമുള്ള ഗവർണറെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവസാന നാളിൽ RSS CPM ബന്ധമല്ലേ ആ പാർട്ടിയെ ഉലച്ചത്? BJP നേതാവിനെ LDF കൺവീനർ കണ്ടതല്ലേ LDF കൺവീനറെ മാറ്റിയെന്ന് പറയാൻ കാരണം? RSSുമായുള്ള ബന്ധമല്ലേ ADGP പ്രശ്നത്തിൽ CPI ഉടക്കാൻ കാരണം? അപ്പോൾ RSSനെ കുറിച്ച് ഇപ്പുറത്ത് പറയുകയും അപ്പുറത്ത് ഗവർണറോടെ പിന്നാമ്പുറത്ത് പോയി വേറെ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെയാണല്ലോ പുറത്തേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷത്തിനറിയാം ഈ ഗവർണറും ഈ മുഖ്യമന്ത്രിയും തമ്മിൽ, അതാണ് അവർ നാടകം നിരക്കി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു കാര്യം അപ്പോഴും വ്യക്തമായിരുന്നു, അത് അടിവരയിട്ട് ഞാൻ പറയും, പ്രതിപക്ഷം പറഞ്ഞതല്ല ഞാൻ പറയുന്നതാണ്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ, അതിലിപ്പോൾ സ്മൃതി ഉദ്ദേശിക്കുന്ന സിൻഡിക്കേറ്റ് സെനറ്റൊക്കെ ആണല്ലോ, ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് വിഷയങ്ങളാണ്. അക്കാഡമിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ ഗവർണറുടെ ഇടപെടൽ നിസ്സാരമല്ലല്ലോ. ഒരു അധ്യാപികയുടെ നിയമനം സുപ്രീം കോടതി വരെ പോയിട്ട് എന്തായി?
അപ്പം ഞാൻ പറഞ്ഞത് യഥാർത്ഥ അർഹതപ്പെട്ടവർക്ക് ജോലി കിട്ടട്ടെ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത്ര ഒറ്റ വായിച്ചത് അതേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗവർണർ മുഖ്യമന്ത്രി പോരെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, പക്ഷേ അദ്ദേഹം ബില്ലൊക്കെ ഒപ്പിട്ട് കൊടുത്തു. കാരണം രണ്ട് പേരുടെയും പാർട്ടികളുടെ ഉദ്ദേശം കോൺഗ്രസ് മുക്ത കേരളമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ അവർ ഒന്നിക്കും. പക്ഷേ അങ്ങനെ ഒന്നിക്കുമ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. ഇന്ന് ഗവർണർ പോയല്ലോ, കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് എന്താ വേണ്ടത്? മുഖ്യമന്ത്രി അദ്ദേഹത്തെ പോയി കാണേണ്ടതായിരുന്നു. കാരണം മുഖ്യമന്ത്രി ഗവർണറെ കാണണം, ഭരണപരമായ കാര്യങ്ങൾ വിശദീകരിക്കണം എന്നുള്ളത് ഭരണഘടനാപരമായ ബാധ്യതയാണ് മുഖ്യമന്ത്രിയുടെ. യാത്രയപ്പൊന്നും വേണ്ട, യാത്രയപ്പ് കൊടുക്കണമെന്ന് ഭരണഘടനയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ ഗവർണറുടെ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഒന്നും ഇത് പറഞ്ഞിട്ടുമില്ല ഭരണഘടനയിൽ. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം എന്താണ്? ഒരു ഭരണത്തലവും വന്നു, രാഷ്ട്രീയമായ ഭിന്നതയുണ്ട്, അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ തീരുമാനങ്ങളായി കണ്ടുകൊണ്ട് ഒരു ഗവർണർ, കേരളത്തിൻ്റെ ഭരണത്തലവൻ കേരളം വിട്ടു പോകുമ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ആശംസ അർപ്പിക്കുകയോ അല്ലെങ്കിൽ വെറുതെ ഒരു സന്ദർശനം നടത്തുന്നതിൽ ഒരു തെറ്റുമുണ്ടായിരുന്നില്ല. അത് ചെയ്യാതിരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മലയാളികളുടെ സംസ്കാരത്തിൽ ചേർന്നതല്ല. കാരണം ഒരാൾ യാത്രയായപ്പോൾ മന്ത്രി രാജീവ് എന്താ പറഞ്ഞത്? അദ്ദേഹം ബീഹാറിൽ പോയിട്ട് നന്നായി പറയട്ടെ എന്ന്. അപ്പോൾ അതെന്തിനാ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അത് പറയാൻ പാടുമോ മന്ത്രി? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോകണ്ടേ? ചാൻസലറല്ലേ ഗവർണർ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോയിട്ട് കേരളത്തിന്റെ ഒരു സംസ്കാരം കാണിക്കേണ്ടതായിരുന്നില്ലേ? ശരി, അതേക്കുറിച്ച് പറയാനുണ്ടാകും. അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിലും ഭരണഘടനായ പ്രശ്നമുണ്ട്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, പരസ്പരം മുഖത്തേക്ക് നോക്കാതെ മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് സംഘർഷം സർക്കാരും ഗവർണറും തമ്മിലുണ്ടായിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളും സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഗവർണർ ഒരു നിലപാടെടുത്തത് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. വന്ന ഘട്ടം മുതൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് തുടക്കമിട്ടത്. അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ ഭരണത്തിൽ തന്നെ ഇടപെടുന്ന രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ച് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ പോയി കണ്ടില്ല, അദ്ദേഹത്തെ യാത്രയയക്കാൻ വിമാനത്താവളത്തിലേക്ക് പോയില്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ പരസ്പരമുള്ള നിലപാട്? ആ നിലപാട് അവസാന ഘട്ടത്തിലും തുടർന്നു എന്നല്ലേ കാണേണ്ടത്? ഇപ്പോൾ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ മോശമായി പോയി, മുഖ്യമന്ത്രി ഒന്ന് യാത്രയാക്കാമായിരുന്നു എന്ന് പറയുന്നതിനോട് എന്താണ് പ്രതികരണം? ബഹുമാനപ്പെട്ട സ്മൃതി, ശ്രീകുമാർ മാത്രമല്ല, കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ആളുകളും ചിന്തിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഈ സർക്കാരിൻ്റെ ഭരണത്തലവനായിട്ടുള്ള ഗവർണർ ആ ചുമതലയൊഴിഞ്ഞ് അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്തേക്ക് ഗവർണറായി പോകുന്നു. അദ്ദേഹം വന്ന നാൾ മുതൽ ഈ ഇടതുപക്ഷ സർക്കാർ അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകൾ വഹിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തെ രാഷ്ട്രീയപരമായി ആക്രമിക്കുക, മന്ത്രിമാർ ആക്രമിക്കുക, പൊതുവേദികളിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുക, ഈ തരത്തിലുള്ള നിലപാടുകളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അതിൻ്റെ സ്പിരിറ്റിലും അതിൻ്റെ അർത്ഥത്തിലും സർക്കാരിൻ്റെ പ്രശ്നങ്ങളുടെ ഭാഗമായി എല്ലാം കണക്കാക്കിയാലും ഒരു ഉത്തരവാദിത്തം ഒഴിഞ്ഞ് ആ സ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ, ഈ സർക്കാരിൻ്റെ ഭരണത്തലവനായിട്ടുള്ള ഗവർണർ പോകുമ്പോൾ അദ്ദേഹത്തെ സാമാന്യ മര്യാദ എന്നുള്ള നിലക്ക് അതിന് ഏതെങ്കിലും കീഴ്വഴക്കമുണ്ടോ അല്ലെങ്കിൽ ഭരണഘടനയിൽ അങ്ങനെ എഴുതി വച്ചിട്ടുണ്ടോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു സാമാന്യ മര്യാദ എന്നുള്ള നിലക്ക് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അദ്ദേഹം ചുമതലയൊഴിഞ്ഞ് പോകുമ്പോൾ അദ്ദേഹത്തെ ചെന്ന് ഭരണത്തലവൻ കാണുക, സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കാണുക എന്നുള്ളത് സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. അത് കാണിച്ചില്ല എന്നുള്ളത് ഈ സർക്കാരിനെ വിലയിരുത്തുന്നതിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ മറ്റ് ഗവർണർമാർ കേരളത്തിൽ വന്നതിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെയും പല ഗവർണർമാരും സംസ്ഥാന സർക്കാരുകളുമായി ബില്ല് ഒപ്പിടാത്ത കാര്യത്തിലാണെങ്കിലും നയവ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ കലഹിച്ചിട്ടുള്ള ഗവർണർമാർ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്നതിന് ശേഷം ഭരണഘടനാനുസൃതമായി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ട എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ ഒരു ഭരണഘടനാനുസൃതം എന്നുള്ളതിനേക്കാൾക്കപ്പുറത്ത് സാധാരണക്കാർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ്. സർക്കാരിനത് രുചിച്ചിട്ടുണ്ടാവില്ല, സർക്കാരിൻ്റെ അഴിമതിക്ക് അദ്ദേഹം കൂട്ടുന്നിട്ടുണ്ടാവില്ല, സർക്കാരിൻ്റെ സ്വജനപക്ഷപാതത്തിനെതിരെ അദ്ദേഹം നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാകും, സർവകലാശാലകളെ നിയമനങ്ങളെ അദ്ദേഹം എതിർത്തിട്ടുണ്ടാകും, അതൊക്കെ ഉണ്ടാകും. പക്ഷേ അതേ സമയത്ത് തന്നെ
കേരളത്തിലെ നിരവധി ദുരന്തമുഖങ്ങളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ അടുത്തേക്ക്, അതുപോലെ തന്നെ കുടുംബങ്ങൾ അദ്ദേഹത്തെ കാണാൻ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോൾ, ചില കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോഴൊക്കെ അദ്ദേഹം ആ കുടുംബങ്ങളിലേക്ക് അങ്ങോട്ട് ചെന്ന് കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. സർക്കാരിൻ്റെ പ്രതിനിധികൾ പോലും പോകാൻ മടിച്ചിരുന്ന ഘട്ടങ്ങളിൽ പോലും ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹത്തിൻ്റെ ഭരണത്തലവൻ എന്നുള്ള നിലക്ക് അദ്ദേഹം ആ സ്ഥലങ്ങളിൽ അവിടുത്തെ കുടുംബാംഗങ്ങളെ കാണാനും ആശ്വസിപ്പിക്കാനും പോയ സാഹചര്യം നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ദുരന്തമുഖങ്ങളിൽ അത് കേരളത്തിൽ അദ്ദേഹം വന്നതിന് ശേഷമുണ്ടായിട്ടുള്ള എല്ലാ ദുരന്തമുഖങ്ങളിലേക്കും അദ്ദേഹം കടന്നു ചെല്ലുകയും അവിടുത്തെ ആളുകളെ ആശ്വസിപ്പിക്കുകയും ജനാധിപത്യപരമായ ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഗവർണറാണ്. അപ്പോൾ നേരത്തെ ശ്രീ ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ വിലയിരുത്തുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടു എന്ന് മാത്രമേ കാണാൻ കഴിയൂ. അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സിലായിരുന്ന സമയത്താണെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന സമയത്താണെങ്കിലും സർക്കാരിൻ്റെ ഭാഗങ്ങളായി ഇരുന്ന സമയത്താണെങ്കിലും എല്ലാം അദ്ദേഹം രാജീവ് ഗാന്ധിയോട് കലഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം കോൺഗ്രസിനോട് കലഹിച്ചിട്ടുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ആ തരത്തിലുള്ള എല്ലാ അഭിപ്രായ പ്രകടനങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമെല്ലാം നമ്മൾ അദ്ദേഹം തർക്കിക്കുന്നു എന്ന് പറയുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ ന്യായങ്ങളുടെയും അദ്ദേഹം ഭരണഘടനാനുസൃതമായി നിറവേറ്റുന്ന ചുമതലകളുടെയും ഭാഗമായിട്ടുള്ള തർക്കങ്ങൾ മാത്രമായിരുന്നു. വ്യക്തിപരമായി അദ്ദേഹം ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടോ? വ്യക്തിപരമായി അദ്ദേഹം ഏതെങ്കിലും നിലപാടുകൾ സംസ്ഥാനത്ത് രാഷ്ട്രീയ നിലപാടുകളാണല്ലോ എടുത്തത് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. രാഷ്ട്രീയ നിലപാടുകൾ അങ്ങനെ ഗവർണർമാർ ഉറക്കെ വിളിച്ചു പറയുന്ന രീതി തുടങ്ങിയിരിക്കുന്ന അല്പകാലമേ ആയിട്ടുള്ളൂ. അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, മറ്റ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ അതൊരു രീതിയായി മാറിയിരിക്കുന്നു. അതിൽ കുറച്ച് മുമ്പനായിരുന്നു യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ളതാണ്. സ്മൃതി, അങ്ങനെ കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം എവിടെ നിന്നാണ് ഈ സർക്കാരിന് അനഭിമതനായത്? അദ്ദേഹം സർവകലാശാലകളിലെ സ്വജനപക്ഷപാതപരമായിട്ടുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഈ സർക്കാർ ചില ആളുകളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് VC-മാരായി നിയമിക്കണം എന്ന് പറഞ്ഞു. അത് സെർച്ച് കമ്മിറ്റിയുടെ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ളവരെ മാത്രമേ നിയമിക്കാൻ കഴിയൂ എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ എല്ലാ സർക്കാരുകളും അങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന അങ്ങയുടെ ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് സ്വാഭാവികമായും അതിന് വഴങ്ങുന്ന ഗവർണർമാരുണ്ടായി കാണും. പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങിയില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിഞ്ഞു വന്ന എല്ലാ പ്രശ്നങ്ങളും ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാരിന് വിജയിക്കാൻ കഴിഞ്ഞോ? ഏതെങ്കിലും സർക്കാരിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആളുകളെ നിയമിക്കാൻ വേണ്ടി കഴിഞ്ഞോ? താങ്കൾ ഈ സർവകലാശാല പറയുമ്പോൾ അതിലല്ല തുടങ്ങിയതെന്നാണ് ഈ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇവിടെ സംസ്ഥാന സർക്കാർ ഒരുമിച്ച്, ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് പാസാക്കിയ പ്രമേയത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അപ്പോൾ ആദ്യം മുതൽ BJP നിലപാട് അദ്ദേഹം വളരെ വ്യക്തമാക്കിക്കൊണ്ട്, കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തി തുടങ്ങി. അതൊരു തുടക്കമായിരുന്നു. സ്മൃതി, അങ്ങനെയല്ലല്ലോ അതിനെ കാണേണ്ടത്. കേരളത്തിൻ്റെ നിയമസഭ വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട്, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭ ഒരു പ്രമേയം പാസ്സാക്കുന്നു. ആ പ്രമേയം ആത്യന്തികമായി എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാക്കാൻ പോരുന്നതാണോ? അല്ലല്ലോ. പക്ഷേ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുകയാണ്. അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും അവരുടെ രാഷ്ട്രീയ നിലപാട് നിയമസഭയ്ക്കകത്ത് പ്രമേയമായി കൊണ്ടുവരികയാണ്. എന്താണ് അദ്ദേഹം സ്വീകരിച്ച നിലപാട് ആ കാര്യത്തിൽ? അങ്ങനെ ഭരണഘടനാപരമായി ഒരു നിയമം പാസ്സാക്കാനുള്ള ശ്രമം കേന്ദ്ര ഗവൺമെൻറ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ അത് നടപടി കൊണ്ടുവരുമ്പോൾ അതിന് ഭരണഘടനാ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് എതിർക്കാൻ കഴിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിയല്ലേ? അതിനെ എങ്ങനെ തെറ്റാണെന്ന് പറയാൻ വേണ്ടി കഴിയും? അപ്പോൾ അദ്ദേഹത്തിൻ്റേത് രാഷ്ട്രീയ നിലപാടല്ല, അദ്ദേഹം സ്വീകരിക്കുന്ന ഭരണഘടനാനുസൃതമായിരിക്കുന്ന ചുമതലയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നു. അതിലെന്താ തെറ്റുള്ളത്? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഭരണഘടനാ തലവൻ എന്നുള്ള നിലക്ക്, സംവിധാനത്തിൻ്റെ തലവൻ എന്നുള്ള നിലക്ക് സർക്കാരിൻ്റെ പ്രതിനിധികൾ പോകാത്ത എത്രയോ സ്ഥലങ്ങളിൽ അദ്ദേഹം കടന്നു ചെന്നു. അതാണ്, അല്ല അങ്ങനെ പോകേണ്ട കാര്യമില്ലല്ലോ. സർക്കാരിൻ്റെ പ്രതിനിധികൾ പോകുന്നുണ്ട്. പക്ഷെ ആദ്യം എത്തുക എന്നുള്ളൊരു രാഷ്ട്രീയം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. സർക്കാർ പ്രതിനിധികൾ പോയില്ല എന്നല്ല, എല്ലായിടത്തും ആദ്യം എത്തുക എന്നൊരു രാഷ്ട്രീയം അദ്ദേഹം ഒരു രീതിയായി തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതികരണങ്ങൾ ഏത് ഘട്ടം വരെ എത്തിയെന്ന് താങ്കൾ കണ്ടതല്ലേ? SM സ്ട്രീറ്റിലൂടെ അദ്ദേഹത്തിന് നടത്തം, കസേര വലിച്ചിട്ട് അവിടെ നിന്ന് പ്രതിഷേധിക്കൽ, ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു, രാഷ്ട്രീയം പറയുന്ന രീതിയിലേക്ക്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, സർക്കാരല്ല ഞാനാണ് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ ഒരു യുദ്ധം തന്നെയാണ് തുടങ്ങി വെച്ചിരുന്നത്. അദ്ദേഹത്തിനെതിരെ നമ്മൾ കേരളത്തിൽ എന്താ കണ്ടത്? ഒരു ഗവർണറെ സർവകലാശാല ചാൻസലറായിട്ടുള്ള അദ്ദേഹത്തെ ഒരു സർവകലാശാലയുടെ ക്യാമ്പസിൽ കയറ്റില്ല എന്നൊരു വിദ്യാർത്ഥി സംഘടന പ്രഖ്യാപിക്കുക, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന പ്രഖ്യാപിക്കുക. നേരത്തെ അവർ കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസിനെതിരെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അറബിക്കടലിൽ എറിയുന്ന സാഹചര്യം വരെ ഉണ്ട്. ഫാത്തിമ തേലിയ, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ
യുവജന സംഘടനകളുമായി എത്രത്തോളം പോരിലായിരുന്നു എന്നുള്ള കാര്യം അറിയാമല്ലോ. നേരത്തെ SFIയുമായി ഉണ്ടായ മത്സരം എന്നുള്ളത് അതൊരു യുദ്ധത്തിലേക്ക്, തെരുവ് യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വെല്ലുവിളി പോലെ തന്നെ ഗവർണർ അവിടെ എത്തുന്നു. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുന്ന് മടങ്ങുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഗവർണർ എടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഇപ്പോൾ പല വിഷയങ്ങളും, ജനകീയ വിഷയങ്ങളിൽ സർക്കാരിനേക്കാൾ മുൻപന്തിയിൽ ഗവർണർ എത്തി ഇടപെടുന്നു എന്നാണ് ഇപ്പോൾ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞത്. അതൊക്കെ എത്രത്തോളം ശരിയാണെന്നാണ് ഫാത്തിമ തേലിക്ക് തോന്നുന്നത്? ഹലോ, പറഞ്ഞോളൂ സ്മൃതി. ആദ്യം തന്നെ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പം ശ്രീമതി ഉമാ തോമസിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. അവർക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും നമ്മളുടെ ഇടയിലേക്ക് തിരിച്ചു വരട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഇന്ന് എന്തുകൊണ്ട് ഗുഡ് ബൈ പറയാൻ വേണ്ടി പിണറായി വിജയൻ പോയില്ല എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. അതിന് ഇടതുപക്ഷ പ്രതിനിധി ഒരു ഉത്തരം നൽകിയില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ മനസ്സിലാക്കുന്നത്. മറിച്ച് അദ്ദേഹം നിരത്തിവെച്ച ഓരോ കാര്യങ്ങളും എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സർക്കാരിനോട് ചെയ്തത് എന്നുള്ളതാണ്. ഒരു ചോദ്യം പ്രസക്തമാണ്. ഇവിടെ കൃത്യമായിട്ടൊരു കീഴ്വഴക്കമുണ്ട്. അത് കേരളത്തിൽ വരുന്ന ഗവർണർക്ക് ഇവിടെ നിന്ന് പോകുമ്പം ഒരു പരിപാടി സംഘടിപ്പിച്ച് അവിടെ യാത്രയപ്പ് നൽകുക എന്നുള്ള കാര്യം കേരളത്തിൽ നടന്നു പോരുന്ന ഒരു സമ്പ്രദായമാണ്. പക്ഷെ അത് നമ്മുടെ എവിടെയും ഭരണഘടനയിലോ മറ്റുള്ള കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അത് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് ആ കീഴ്വഴക്കം ലംഘിച്ചു എന്നുള്ളതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ സർക്കാരാണ്, അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന ആ പാർട്ടിയാണ്. ആരുടെ ഭാഗത്തു നിന്നും അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അടിവരയിട്ടുകൊണ്ട് തന്നെ കേരളത്തിലുള്ള പ്രതിപക്ഷ നേതൃത്വം ചോദിക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ വായിക്കേണ്ടതുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണ് എന്ന്. എവിടെ നിന്നാണ് അദ്ദേഹം BJPയുമായിട്ട് യോജിക്കുന്നത്? എവിടെ നിന്നാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് അദ്ദേഹം രാജീവ് ഗാന്ധി ഗവൺമെൻറ്റിൽ നിന്നും അവിടെ ഷാബാനു ബീഗം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇറങ്ങി വരുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ന്യായങ്ങളുണ്ട്. അങ്ങനെ ഒരു നിയമം, അന്ന് ആ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള നിയമമൊക്കെ ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആൻറ്റി മൈനോറിറ്റി നിലപാട് അന്നേ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം കോൺഗ്രസുമായിട്ട് വിട്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള ഉത്തർപ്രദേശിലല്ല അദ്ദേഹത്തിന് സ്വീകരണം നൽകിയത്. അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി അന്ന് മുന്നോട്ട് വന്നിട്ടുള്ളത് CPMൻ്റെ നേതാക്കന്മാർ കോഴിക്കോട് ഒരുക്കിയിട്ടുള്ള ഒരു സമ്മേളനത്തിലാണ് എന്നുള്ളത് ഏറെ പ്രസക്തിയോടെ അദ്ദേഹം ഇവിടെ നിന്ന് പിരിയുമ്പം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം ഷാബാനു ബീഗം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന നിയമത്തിനെതിരെ നിന്ന് ആ പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ഇറങ്ങിപ്പോയപ്പം അവിടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചെന്നത് CPMൻ്റെ ആളുകളാണ് എന്നുള്ള പ്രസക്ത ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ അദ്ദേഹം വീണ്ടും അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണറായി വന്നതിന് ശേഷം BJPയുടെ നിലപാടുകൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനു മുൻപും അതിന് ശേഷവും BJPയിൽ ചേർന്നതിന് ശേഷം അദ്ദേഹം ഇത്തരത്തിലുള്ള മുസ്ലിം വിരുദ്ധ നിയമങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ CA NRC നിയമമാണെങ്കിൽ, ഇവിടെയുള്ള ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബീഫ് കഴിക്കുന്ന വിവാദവുമായി ബന്ധപ്പെട്ടിട്ട്, ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു വ്യത്യസ്ത നിലപാട്, BJPയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന BJPയുടെ വക്താവ് എന്നുള്ള രൂപത്തിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ഫാത്തിമ തേലിയ പല ഘട്ടങ്ങളിലായി അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികൾ മാറിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് നിലപാടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹവുമായി അടുപ്പം പല രാഷ്ട്രീയ പാർട്ടികളും സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. ഒടുവിലാണ് അദ്ദേഹം BJP പാളയത്തിലേക്ക് എത്തുന്നത്. അതെ, അതിനു മുൻപും അതിനുശേഷവും ഞാൻ പറയുന്നത്, അദ്ദേഹം കോൺഗ്രസിൽ നിന്നും മാറിയതിനു ശേഷം, കോൺഗ്രസ് വിട്ടതിന് ശേഷം അദ്ദേഹം എടുത്ത നിലപാടുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് BJP നിലപാടാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് നമ്മൾ വിളിക്കുന്ന RSSന്റെ സംഘപരിവാറിന്റെ ഒരു നയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ശരി, ഫാത്തിമയ്ക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ യാത്ര അയക്കാൻ മുഖ്യമന്ത്രി പോകേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായമാണോ ഈ ഘട്ടത്തിൽ തോന്നുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ തമിഴ്നാട്ടിൽ RM രവിയുമായി ബന്ധപ്പെട്ട്
പശ്ചിമ ബംഗാളിൽ നേരത്തെ ധൻകർ എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ CV ആനന്ദബോസ് എടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഡൽഹിയിലെ കാര്യത്തിലാണെങ്കിൽ വിനയ് കുമാർ സക്സേന എടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ടൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണല്ലോ. കാരണം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഇടപെടുന്നതാണ് ഈ ഇവിടങ്ങളിലൊക്കെ കാണുന്ന കാഴ്ച. അല്ല, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു മറുപടി പറയേണ്ടത്, ഞങ്ങൾ ഗവർണർക്ക് യാത്രയപ്പ് നൽകില്ല എന്ന് പറയാൻ ആർജവം കാണിക്കേണ്ടത് ഈ സർക്കാരാണ്, അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയാണ്. അവർ ആ ആർജവം കാണിച്ചിട്ടില്ല. ഇവിടെ പറയുന്ന കാര്യം എന്താ നമുക്കറിയാലോ. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭീമമായിട്ടുള്ള പവറിനെ കുറിച്ച്, അവർ കാണിക്കുന്ന കരുത്തിനെ കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരെന്തുകൊണ്ട് ഞങ്ങൾ ഈ ഗവർണർക്ക് യാത്രയപ്പ് നൽകില്ല എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന കാരണം കൊണ്ട് യാത്രയപ്പ് നൽകുന്നില്ല എന്ന് പറയുന്നില്ല? അപ്പോൾ ഇവിടെയുള്ള ചോദ്യം, ഇവിടെ ഒരു മൗനം, ഒരു ടോം ആൻഡ് ജെറി കളിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ അങ്ങനെയാണോ? അത് അവഗണനയേക്കാൾ വലിയ മറുപടി ഉണ്ടോ ഗവർണർ പടി പറയുന്നത്? അവഗണനയേക്കാൾ വലിയ മറുപടി ഉണ്ടോ? അതിനല്ലേ കുറച്ചുകൂടെ മൂർച്ച? അവഗണന അല്ല, കൃത്യമായിട്ട് നിലപാട് പറയാൻ CPM-ന് സാധിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെയല്ല, ഇവിടെ കൃത്യമായിട്ട് CPM ഒരു നിലപാട് സ്വീകരിക്കുകയാണ് എങ്കിൽ ആ നിലപാട് അവർ വാക്കുകളിലൂടെ ഇത്രയും കാലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, TP ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം കുലംകുത്തി എന്ന് വിളിച്ചിട്ടുള്ള പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്. ആ പിണറായി വിജയന് എന്തുകൊണ്ട് അദ്ദേഹം യാത്രയപ്പിന് അർഹിക്കുന്നില്ല എന്ന് പറയാൻ മടിക്കുന്നു എന്നുള്ള ചോദ്യം പറയുന്ന ഒരു കാര്യം ശരിയാണ്. ഒരു ഘട്ടം വരെ സർക്കാർ ഇണങ്ങിയും ഗവർണറുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ പ്രതിപക്ഷം പറഞ്ഞു അതാണ്. ഇപ്പോൾ സർക്കാരിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, കാരണം കുറച്ച് കഴിയുമ്പോൾ ഗവർണറുമായി ഒരുമിച്ച് പോകും. തിരിച്ച് ഗവർണറുടെ കാര്യത്തിലും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് പോയി. ഗവർണറുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകളില്ല എതിരഭിപ്രായം, അത് സുപ്രീം കോടതിയിലെ പോരിലേക്ക് വരെ പോയല്ലോ. അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ അതിലൊരു രമ്യതയുടെ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. അങ്ങനെയല്ല സ്മൃതി, ഇതിൻ്റെ ഈ പിക്ചർ മൊത്തം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ നടത്തിയിട്ടുള്ള ഒരു നാടകം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നമുക്കറിയാം, ബില്ലുകളൊക്കെ പിടിച്ചു വെക്കുന്നു എന്ന് പറയുന്നു. ആ ബില്ലുകൾ പിടിച്ചു വെക്കുകയാണ് എന്ന് പറയുകയും അതിനുശേഷം ഒരു പരാതിയായി അവതരിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് 75 ലക്ഷം രാജ്ഭവന് വേണ്ടി അനുവദിക്കുന്നത്. ആ 75 ലക്ഷം അനുവദിച്ചതിൻ്റെ 2 ദിവസത്തിന് ശേഷം ബില്ലുകളൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നു. ഇതൊക്കെ നടക്കുന്നത്, ഈ നാടകം നടക്കുന്നത് ഈ കേരളത്തിലല്ലേ? കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നില്ലേ? പിന്നെ ഇവർ പറയുന്ന കാര്യം എന്താ? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ വന്നത്. ശരി തന്നെ, ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചിന്തയുമായിട്ടാണ്, ഉദ്ദേശവുമായിട്ടാണ് ഇങ്ങോട്ട് ഈ ഗവർണർ വന്നത്. പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇവിടെയുള്ള കേരള സർക്കാർ അല്ലെങ്കിൽ CPM ഗവർണറോട് കലഹിക്കുന്നത് അവിടെ ഒരു ഫാസിസ്റ്റ് നിലപാട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിലല്ല, അല്ലെങ്കിൽ സംഘപരിവാർ നിലപാട് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിലല്ല. തങ്ങളുടെ ഉദ്ദേശങ്ങൾ, തങ്ങളുടെ ഇംഗിതങ്ങൾ നടക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. ഇവിടെ ഗവർണർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചാൻസലർമാരെ അപ്പോയിന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അല്ലാതെ ഇവിടെ ഒരു ഫാസിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന സർക്കാർ ഉണ്ട് എന്നുള്ളതല്ല. സെനറ്റിലേക്ക് വരുമ്പം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഗവർണറുമായിട്ടുള്ള അവരുടെ പിണക്കത്തിന്റെ കാരണം. അല്ലാതെ അവിടെ BJP എന്താണോ ചെയ്യുന്നത് അത് ആ തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു എന്നുള്ളതിലല്ല അവർക്ക് പ്രശ്നം. സർക്കാരിന് സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ അത് നടപ്പാക്കാത്തതിലുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഒരു കാര്യം അതെ, ഇവിടെ യഥാർത്ഥത്തിൽ സംഘപരിവാറിനോട് നേരിടുന്ന ഒരു സർക്കാർ ഒന്നുമല്ല കേരളം ഭരിക്കുന്നത്. നേരത്തെ ഇവർ സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് CPM എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് CPM-നെ കുറിച്ചല്ല, CJP-യെ കുറിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ CJP-യുടെ ഭാഗമായിട്ടുള്ള ഗവർണർ പോകുമ്പം ആ ഗവർണറുടെ അടുത്ത് പോയിട്ട് ഒരു കൈ കൊടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി നിൽക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം കൂടി, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ദിവസം കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി വന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഉത്തരേന്ത്യയിൽ നടക്കുന്ന വലിയ കലാപങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള കലാപങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിലുള്ള അതേ സംഘപരിവാറിൻ്റെ കുറ്റകൃത്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ കൊലപാതകങ്ങൾക്ക് തുല്യമായിട്ടുള്ള കാര്യം കേരളത്തിലെ CPM ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടും ഏകദേശം ഒരേ
വണ്ടിക്ക് പോകുന്ന ആളുകളാണ്. രണ്ടും പരസ്പരം കൈകൊടുത്ത് അത് ഇരുട്ടിലാണോ വെളിച്ചത്തിലാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് വെളിച്ചത്തിൽ നിന്ന് പരസ്പരം കെട്ടിപ്പുണരുന്ന എങ്ങനെയാകും ആരിഫ് മുഹമ്മദ് ഖാനെ കവച്ചു വെക്കുമോ എന്നുള്ളതാണ് അടുത്ത ആലോചിക്കേണ്ട വിഷയം. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇനി വരാൻ പോകുന്ന ആർലേക്കറാണ്. ഇപ്പോൾ RSSലേക്ക് പിന്നീട് അനുഭാവം പ്രകടിപ്പിച്ചതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. പക്ഷേ ആർലേക്കർ RSSലൂടെ വളർന്നു വന്ന ആളാണ്. അപ്പോൾ കുറച്ചുകൂടി കടുപ്പമായിരിക്കും ആർലേക്കർ എന്ന് വിലയിരുത്തുന്നവരുണ്ട്. ഇനി അദ്ദേഹം ഗവർണറായിരുന്ന ബീഹാറിൽ അവിടെ നിതീഷ് കുമാർ നേരത്തെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി അവരോട് ചേർന്ന മുഖ്യമന്ത്രിയായി നിൽക്കുന്ന ഘട്ടത്തിൽ അപ്പോഴും അവിടെ സർവകലാശാല വിഷയങ്ങളിൽ ഇടപെടുകയും ചാൻസലറുടെ അധികാരത്തിൽ കടന്നു കയറി എന്ന് പ്രതികരിക്കുകയും അന്ന് നിതീഷ് കുമാറിനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് അവിടെ ആർലേക്കർ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ശൈലി. ഇവിടെ വന്നാൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു തുടർച്ച നമുക്ക് കാണാം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ 3 പേർക്ക് ഞാൻ മറുപടി പറയണം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അപ്ഹോൾഡ് ചെയ്യുന്ന രാഷ്ട്രീയത്തിനെതിരെ ഇവിടെ വന്നിട്ടുണ്ട് മറുപടി. ഞാൻ അതിനകത്ത് എനിക്കതിൻ്റേതായിട്ടുള്ളൊരു റീസണബിൾ ടൈം തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, അത് പറഞ്ഞ് ഞാൻ ഇതിലേക്ക് വരാം. കേരളത്തിൻ്റെ ഇപ്പം ഫാത്തിമ പറഞ്ഞ ഒരു കാര്യം കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ആരും കൊലപാതക രാഷ്ട്രീയത്തെ എൻഡോഴ്സ് ചെയ്യുന്നില്ല, എൻഡോഴ്സ് ചെയ്യാൻ പാടുമില്ല. അത് അൺഡെമോക്രാറ്റിക് ആണ്. നമ്മൾ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഫാത്തിമ പറയുമ്പം ലീഗുകാർ കൊന്നവരുടെ കാര്യം കൂടെ അങ്ങ് പറഞ്ഞേക്കണം, അത്രേ ഉള്ളൂ. ഞാൻ CPM-നെതിരെ പറയാൻ തയ്യാറാണ്. CPM കൊന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് പറയാൻ തയ്യാറാണ്. അതുപോലെ ഫാത്തിമ ലീഗുകാർ കൊന്നവരുടെ കണക്കൂടെ അങ്ങ് പറയുക. പിന്നെ അടുത്തത് 2, ഞാൻ അക്കൗട്ട് തന്നെ പറയാം മറുപടി. ഷാബാനു ബീഗം കേസുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ റെഫർ ചെയ്തു. നോക്കൂ, ഷാബാനു ബീഗം കേസ് എങ്ങനെയാണ്? സുപ്രീം കോടതി ഒരു ജഡ്ജ്മെന്റ് വരികയാണ്. ആ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിനെ ബൈപ്പാസ് ചെയ്യാൻ അന്നത്തെ ഗവൺമെന്റ്, രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ്, ഇവിടുത്തെ റോഡിലിറങ്ങി സമരം ചെയ്തവർക്ക് അനുകൂലമായി നിൽക്കുകയാണ് ചെയ്യുന്നത്. സുപ്രീം കോടതി ഒരു അഡ്ജുഡിക്കേറ്റ് ചെയ്തൊരു വിഷയത്തിൽ അങ്ങൊരു നയം എടുക്കണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിനെ ബൈപ്പാസ് ചെയ്തൊരു നിയമം വരുമ്പം അതിനെ എല്ലാവരും അംഗീകരിച്ചോളണം നിർബന്ധമൊന്നുമില്ല. ഞാൻ വ്യക്തിപരമായിട്ടാണ് പറഞ്ഞത് കേട്ടോ. കാര്യം നിങ്ങൾക്കെതിരെ ഒരു വിധി വരുന്നു. ആർക്കെതിരെ വിധി വരുന്നു? ഷാബാനു ബീഗം കേസിനകത്ത് മെയിൻ്റനൻസ് കൊടുക്കണമെന്ന് പറഞ്ഞൊരു വിധി വരുന്നു. ആ വിധി സുപ്രീം കോടതി അപ്ഹോൾഡ് ചെയ്തതല്ലേ? ആ സുപ്രീം കോടതി അപ്ഹോൾഡ് ചെയ്ത കാര്യത്തിന് നിങ്ങൾ ബൈപ്പാസ് ചെയ്യാനായിട്ട് നിങ്ങൾ രാമക്ഷേത്രവും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ രാജീവ് ഗാന്ധി അത് ചെയ്തത്? അവിടെ കമ്മ്യൂണൽ കാർഡ് കളിക്കുന്ന ആരാ? രാജീവ് ഗാന്ധിയാണ്. അതിന് സംശയിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരു സംശയമില്ല കാര്യത്തിൽ. അടുത്തത് ഞാൻ അത് പറഞ്ഞു തന്നെ പോവാം. രാജ്ഭവൻ 75 ലക്ഷം രൂപ കൊടുത്തു, 75 കോടി 75 ലക്ഷം കൊടുത്തു. നമ്മുടെ ഒരു സർക്കാരിന്റെ നിലപാടും രാജ്ഭവൻ കൊടുത്ത പൈസയും തമ്മിൽ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിലൊന്നും പറയാനില്ല. കാര്യം രാജ്ഭവനിൽ ഈ സർക്കാർ ഉള്ളപ്പം ഗവർണർക്ക് കിട്ടേണ്ട പൈസ അല്ലെങ്കിൽ ഗവർണർക്ക് കൊടുക്കുന്ന പൈസ അനുസരിച്ചാണ് അദ്ദേഹം നമ്മളോട് ഇടപെടുന്നതെന്നൊരു അദ്ദേഹത്തിന്റെ നയം. ഒരു ബില്ല് ഒപ്പിട്ടത് 75 ലക്ഷം രൂപ കൊടുത്തപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ആഴ്ചയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം RSSന്റെ പാളയത്തിൽ നിന്ന് മാറി ഇപ്പുറത്ത് വന്ന് എല്ലാ ആഴ്ചയും ഒപ്പിട്ട് തരുമല്ലോ. അത് പറയുന്നത് ബാലിശായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് വിട്ടേക്ക്. പിന്നെ ഗവർണർക്കെതിരെയുള്ള നയം ഞാനിവിടെ മറുപടി കൃത്യമായി പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്താ? റെസിപ്രൊക്കേഷൻ എന്നൊരു വാക്യാണ് ഉപയോഗിച്ച്. ഇങ്ങോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അങ്ങോട്ട് ചെയ്യുന്നത്. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, സംസ്ഥാനത്തെ ഒരു നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മൈ ഗവൺമെന്റ് എന്ന് പറയാഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഈ ഗവർണർ. എന്റെയും സ്മൃതിയുടെയും ഫാത്തിമയുടെയും ഒക്കെ ആയ ഒരു സർക്കാരിന്റെ നോമിനൽ ഹെഡായിട്ട് വരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹത്തിന് മാത്രം മൈ ഗവൺമെന്റ് എന്ന് പറയാൻ ബുദ്ധിമുട്ട്? ഇത് ഫാത്തിമയുടെ സർക്കാർ അല്ലേ എന്നൊന്ന് ചോദിച്ചേ. സാർ, ഫാത്തിമയുടെ സർക്കാരാണ്, നമ്മളുടെ എല്ലാം സർക്കാരാണ്. ആ മൈ ഗവൺമെന്റ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരാളുടെ നമ്മൾ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് വിചാരിക്കുന്നത്? പിന്നെ ശ്രീമാറിയേട്ടൻ പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റി ബില്ല് മാത്രം പിടിച്ചു വെച്ചെന്ന്. ഞാൻ ലാൻഡ് റൈസ് അസൈൻമെന്റിന്റെ ഒരു ബില്ല് പറഞ്ഞല്ലോ. നിങ്ങൾ ഉൾപ്പെടെ ഐകകണ്ഠനെ പാസ്സാക്കിയ ബില്ലിനെ കുറിച്ച് പറഞ്ഞല്ലോ. മിൽമയുടെ ഒരു ബില്ലുണ്ടല്ലോ, പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ടൊരു ബില്ലുണ്ടല്ലോ. ഇതൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അന്ന് ചോദിച്ചത്, KK വേണുഗോപാലിനോട് ചോദിച്ചത്, ഈ പറഞ്ഞതിനകത്ത് ന്യായമില്ലേ എന്നുള്ള ചോദ്യത്തിന് അന്നത്തെ അറ്റോർണി ജനറൽ വെങ്കട്ടരമണി മിണ്ടാതിരിക്കുകയായിരുന്നു. അടുത്തത് ലോകായുക്തയുമായി ബന്ധപ്പെട്ട കാര്യം. ലോകായുക്തയിൽ 2023 സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധിക്കകത്ത് ഈ പറയുന്ന ലോകായുക്ത എന്ത് പറഞ്ഞാലും അതിന് ബൈൻഡിങ് ഫോഴ്സ് ഇല്ല. അതൊരു അഡ്വൈസറി ബോഡി പോലെ അങ്ങ് മാറി. ഇത് ഈ പറയുന്ന ഈ ബില്ല് ഒപ്പിട്ടില്ലെങ്കിൽ പോലും സർക്കാർ ലോകായുക്ത പറഞ്ഞ കേട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ല. ഇത് ആൾക്കാർ ചുമ്മാ ലോകായുക്തയെ നശിപ്പിച്ചില്ലേ, ലോകായുക്ത രീതി അതാണോ? സുപ്രീം കോടതി ജഡ്ജ്മെന്റ് എടുത്ത് വായിച്ചാൽ ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം അതിന്റെ സ്ഥിതി എന്താണെന്ന് മെറ്റീരിയൽ. പിന്നെ
ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ സൂചിപ്പിച്ചല്ലോ. പ്രിയ വർഗീസിനെയാണ് ഇവർ ഇൻഡയറക്ട്ലി റെഫർ ചെയ്തത്. നോക്കൂ, പ്രിയ വർഗീസിന് മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സുപ്രീം കോടതിയുടെ തീരുമാനം വരട്ടെ. ഞാൻ ഇതിനകത്ത് കാണുന്നത് സിംഗിൾ ബെഞ്ച് പ്രിയ വർഗീസിനെതിരെ വിധിച്ചു. ഡിവിഷൻ ബെഞ്ച് വിധിച്ചത് എങ്ങനെയാണ്? അനുകൂലമായി വിധിച്ചു. അപ്പം ഒരു ഗ്രേ ഏരിയ അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സർക്കാർ ഏറ്റവും നിയമവിരുദ്ധമായ ഒരു കാര്യം ഒറ്റയടിക്ക് ആർക്കും, എനിക്കും സ്മൃതിക്കും അല്ലെങ്കിൽ ഫാത്തിമയ്ക്കും എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു നിയമവിരുദ്ധത ചെയ്തു എങ്കിൽ ശരി, ഡിവിഷൻ ബെഞ്ച് അത് അപ്ഹോൾഡ് ചെയ്യത്തില്ലല്ലോ. ചെയ്യുമോ? ഡിവിഷൻ ബെഞ്ച് ഈ പറയുന്ന ആൾക്ക് അനുകൂലമായിട്ടാണ് വിധിച്ചത് അല്ലേ? അപ്പം അതിനകത്തൊരു ഗ്രേ ഏരിയ ഉണ്ട്. അതൊരു ഫൈൻ അഡ്ജുഡിക്കേഷൻ നടത്തുന്നതിനാണ് നമ്മൾ മേളിലോട്ട് പോകുന്നത്. അപ്പുറത്തെ ശരി, നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് എല്ലാത്തിനും വിശദമാക്കാൻ നേരമില്ല കേട്ടോ. ഒന്ന് ഞാൻ BJP പ്രതിനിധിക്കും കൂടെ ഒന്ന് പോയിക്കോട്ടെ. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒറ്റ കാര്യം കൂടെ വേഗം പറയൂ. ഒറ്റ കാര്യം കൂടെ. ഈ പറയുന്ന അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വന്ന കഥയൊക്കെ പറഞ്ഞല്ലോ. സന്ദീപ് വാര്യർ പറഞ്ഞപ്പോൾ വന്നപ്പോഴും പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലേ? സന്ദീപ് വാര്യർ പഴയ വന്നതെല്ലാം നിങ്ങൾ വിഴുങ്ങിയല്ലോ. അത്ര മാത്രമേ ഉള്ളൂ, തീർന്നു. ശരി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇപ്പോൾ ആറിലേക്കൾ വരുമ്പോൾ ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? എന്താണ് BJPക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? കുറച്ചുകൂടി സമാധാനപരമായി മുന്നോട്ട് പോകുമോ? അല്ല, ഈ സർക്കാർ ഭരണഘടനാനുസൃതമായി അഴിമതിരഹിതമായി സ്വജനപക്ഷപാതമില്ലാതെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാർ പ്രവർത്തിക്കുന്നത് പോലെ പോയാൽ ഒരു പ്രശ്നവുമില്ല. നേരത്തെ അങ്ങനെ പോയിട്ടുള്ള ഘട്ടങ്ങളിൽ ഈ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും ഒരു തർക്കവും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അദ്ദേഹം നിയമപരമായി ഭരണഘടനാനുസൃതമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും അദ്ദേഹം ഈ സർക്കാരിനെ ആ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം അഴിമതി അല്ലേ? അഴിമതി എന്നല്ല ഞാൻ പറഞ്ഞത്, എവിടെയാണ് ഈ സർക്കാരുമായി കലഹിച്ചത് എന്നുള്ളതാണ്. കലഹിച്ചത് മുഴുവനും അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലാണ്. അതല്ലെങ്കിൽ സർവകലാശാലകളിൽ സ്വജനപക്ഷപാതപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചപ്പോഴാണ്. അത് നിയമനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും VC-മാരുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം തെറ്റായി ചെയ്തു, അദ്ദേഹം നിയമവിരുദ്ധമായി ചെയ്തു എന്ന് പറയുന്ന ഏത് കാര്യമാണ് സ്മൃതി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുക? അങ്ങനെ ഒരു വിഷയം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വരച്ച വരയിൽ നിർത്തണം എന്ന് ഗവൺമെൻറ് ആഗ്രഹിച്ചു. അദ്ദേഹം അങ്ങനെ വരച്ച വരയിൽ നിൽക്കുന്ന ഒരാളല്ല, നിയമാനുസൃതമായി മാത്രം ചെയ്യുന്ന ഒരാളാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം ആവർത്തിച്ചു. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് മാത്രമല്ല, ഏത് സുപ്രീം കോടതിയിലേക്ക് കേരളം പോയപ്പോൾ സുപ്രീം കോടതി എന്താണ് പറഞ്ഞത് എന്ന് കൂടി ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ. നമുക്ക് സമയക്കുറവുണ്ട്. ഏതായാലും സമാധാനപൂർണമായ ഒരു അടുത്ത ഘട്ടം പ്രതീക്ഷിക്കുകയാണ് കേരളം. അങ്ങനെ ആകട്ടെ. വളരെ നന്ദി അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയ, അഡ്വക്കേറ്റ് N. ലാൽകുമാർ, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, N. ശ്രീകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.